താങ്ക് യു മാഡം. എല്ലാ ദിവസങ്ങളും നമ്മൾ നടത്തി വരുന്ന ഈ മീറ്റിംഗ് ആയതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ മാഡം എന്നെ നല്ലപോലെ പരിചയപ്പെടുത്തി. ഞാനൊരു പ്രവാസിയാണെന്നും ഞാൻ പിന്നെ നാഷണൽ പ്രൊമോട്ടർ ആണെന്നൊക്കെ മാഡം വളരെയധികം നല്ല രീതിയിൽ തന്നെ നമ്മളെ പരിചയപ്പെടുത്തി. ഏതായാലും നമുക്കെല്ലാവർക്കും ഇവിടെ കിട്ടിയ അവസരം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ ഞാൻ ഉൾപ്പെടെ. നമ്മളെല്ലാവരും ഈ അവസരത്തിലേക്ക് എത്താൻ കാരണം നമ്മുടെ ഒരു സാമ്പത്തിക സ്രോതസ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സാമ്പത്തിക എന്താ പറയാ, ഒരു എന്താ പറയാ, കിട്ടുന്നില്ല വാക്കുകൾ, ഒരു സാമ്പത്തിക ഭദ്രത എന്നൊക്കെ പറയാം അല്ലെ. അപ്പോൾ ഒരു സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പണം ഏൺ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന വരുമാനത്തേക്കാൾ, നമ്മൾ കിട്ടുന്ന വരുമാനത്തേക്കാൾ കൂടുതൽ വരുമാനം നമുക്ക് ഉണ്ടാക്കണം എന്നുള്ള രീതിയിലായതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്തത്. ഈ കാലഘട്ടത്തിന്റെ, ഈ ടെക്നോളജി യുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല ഒരു അവസരമായിട്ടാണ് ഞാൻ ഈ അവസരത്തെ കാണുന്നത്. നമുക്ക് മനസ്സിലാക്കണം ഈ അവസരം എങ്ങനെ നമുക്ക് വിനിയോഗിക്കാമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ബിസിനസിന്റെ A to Z കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഒരു ബിസിനസ് ഇതിപ്പോ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്നലത്തെ ടോപ്പിക്ക് ഇന്നുകൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരുടെയും റിക്വസ്റ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും അതിലേക്ക് തന്നെയാണ് സിസ്റ്റം മാനേജ്മെന്റ് എന്ന ആ രീതിയിലേക്ക് ഞാൻ മാറിയിട്ടുള്ളത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു കാലഘട്ടത്തിൽ ജീവിക്കുകയാണെങ്കിലും നമ്മൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് എത്തുമ്പോൾ, നമ്മൾ ഉപയോഗിച്ച ഒരു പ്രോഡക്റ്റ് ആയിരിക്കില്ല നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒരു ABC അറിയില്ല അല്ലെ, ABCD അറിയില്ല എന്ന് പറയില്ല, ആ രീതിയിലാണ്. കാരണം ഒരു സ്മാർട്ട് ഫോൺ വന്ന സമയത്ത് സ്മാർട്ട് ഫോണിനെ പറ്റി നമുക്ക് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഒരു ലാപ്ടോപ്പ് വന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഒരു സാധാ ഫോൺ വന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നമ്മുടെ ചെറുപ്പകാലത്ത് ലാൻഡ് ഫോൺ റിങ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഭയപ്പാടായിരുന്നു, ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത്. അപ്പൊ നമ്മൾ ഏതൊരു ബിസിനസ് നമ്മുടെ കൈകളിലേക്ക് വന്നു കഴിഞ്ഞാലും നമ്മൾ ആ ബിസിനസ് ആവട്ടെ, ഏതൊരു പ്രൊഡക്റ്റ് ആവട്ടെ, എന്തിനേയും നമ്മൾ നല്ല ആഴത്തിൽ ഇറങ്ങി പഠിക്കണം, എങ്ങനെ അതിനെ മാനേജ് ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ അപെക്സ് ടോക്കൺ എന്ന ബിസിനസ് നമ്മുടെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ അപെക്സിന്റെ സൈറ്റ് എന്താണ്, അപെക്സിന്റെ ബിസിനസ് എന്താണ്, ഇതിനെങ്ങനെ സിസ്റ്റം മാനേജ്മെന്റ് ആയിട്ട് എടുക്കാൻ പറ്റും, ഇതിനെങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റും, നമ്മുടെ സൈറ്റിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഏതൊക്കെ കാര്യങ്ങളുണ്ട്, എങ്ങനെ ചെയ്യാൻ പറ്റും, ഇതെല്ലാം ഒന്ന് വിശകലനം ചെയ്യുക എന്നുള്ള രീതിയാണ് നമ്മളിവിടെ നടത്തുന്നത്. കാരണം ചിലര് USDT പറ്റി അറിയാത്തവരുണ്ടായിരിക്കാം, ക്രിപ്റ്റോ കറൻസിനെ പറ്റി അറിയാത്തവരുണ്ടായിരിക്കാം. ഇനി ക്രിപ്റ്റോ കറൻസിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞവരുണ്ടായി. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് USDT ട്രസ്റ്റ് വാലറ്റ് ഉപയോഗിക്കുന്നവരുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന് ഈ ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് നമ്മുടെ അപെക്സിന്റെ സൈറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഇവരറിയില്ല, അതെങ്ങനെയാണെന്ന് അറിയില്ല. അതേപോലെ അപെക്സിന്റെ സൈറ്റിൽ നിന്ന് ട്രസ്റ്റ് വാലറ്റ് വിഡ്രോ ചെയ്യുന്നത് അറിയില്ല. അതുപോലെ നമ്മളെ സൈറ്റിലേക്ക് നമുക്ക് കറണ്ട് ബാലൻസിൽ ഉണ്ടാകുന്ന എമൗണ്ട് നമുക്ക് ടോപ്പ് അപ്പ് ചെയ്തിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് അറിയില്ല. അതേപോലെ തന്നെ നമ്മുടെ അപെക്സ് ടോക്കണ് മറ്റ് ID കളിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാന്ന് അറിയില്ല. അതേപോലെ തന്നെ നമ്മുടെ പിന്നെ വിഡ്രോ ചെയ്യുന്നത് ക്രിപ്റ്റോ കറൻസി ചെയ്യാം, USDT ചെയ്യാം, വിഡ്രോ ചെയ്യുന്നത് ബാങ്കിലേക്കും ചെയ്യാം. ഇതിനെക്കുറിച്ചും ഒരു പഠനം നടത്തണം. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, വളരെ വ്യക്തമായിട്ട് നമുക്ക് കിട്ടിയ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ പഠിക്കുക. അപ്പൊ ഇവിടെ ഞാൻ സ്വാഭാവികമായിട്ടും നമ്മുടെ സൈറ്റിലേക്ക് പോവാം. കാരണം സമയം കൂടുതൽ ഇതുള്ളതുകൊണ്ട് നമ്മൾ നേരെ സൈറ്റിലേക്ക് പോവാണ്. കാരണം നമ്മുടെ സൈറ്റ് എന്താണെന്നും ആ സൈറ്റിൽ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം. നമ്മളൊരാളെ ഈ ബിസിനസ്സിലേക്ക്, ഇപ്പൊ എന്റെ സുഹൃത്തുക്കളോട് ഞാൻ ബിസിനസ് പറയുമ്പം ആ ബിസിനസ് എങ്ങനെ ഞാൻ റെഫർ ചെയ്യും എന്നും കൂടെ മനസ്സിലാക്കണം. പെട്ടെന്ന് നമുക്ക് ഒരാളിലേക്ക് റെഫർ ചെയ്യാൻ പറ്റും. ഉദാഹരണം, ഇപ്പൊ ഈ ഷഹീർ ഭായ് എന്ന് പറയുന്നത് എന്റെ വീട്ടിലെ ഒന്നല്ല, എന്റെ തൊട്ടടുത്തൊന്നല്ല. ഒന്നുകിൽ അദ്ദേഹം യൂറോപ്പിലോ അല്ല ദുബൈയിലോ ഒക്കെ ആണെന്ന് വിചാരിക്കാം. അങ്ങനെ ആണെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ഒരു ലിങ്ക്, ജസ്റ്റ് ഒന്ന് ലിങ്ക് അയച്ചു കൊടുക്കണം. ആ ലിങ്ക് അദ്ദേഹം അവിടെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു ഫോം വരുന്നു. ആ ഫോമിലൂടെ അദ്ദേഹം എൻട്രി ചെയ്യുന്നു. വളരെ സിമ്പിൾ പ്രോസസ്സിംഗ് ആയിട്ടുള്ള പരിപാടികൾ അല്ലെ, ഒന്ന് ആലോചിക്കുക. കാരണം നമ്മളതൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മളൊരു ലിങ്ക് അവർക്ക് കൊടുക്കുന്നു, ആ ലിങ്കിലൂടെ അവരെന്ത് ചെയ്യുന്നു, നമ്മുടെ സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു. പിന്നീട് അവരെടുത്ത് USDT ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ഒരു കാരണത്താലും ഒരു ലീഡറും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നമ്മളെല്ലാവരും സമന്മാരാണ്. ഞാൻ ഒരു ലീഡറാണ്, ഞാൻ പറയുന്നത് അംഗീകരിക്കാൻ പറ്റും ഒന്നുമില്ല. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂട്ടായിട്ടുള്ള തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകുന്നു. അവർ തരുന്ന ഒരു സ്നേഹവാത്സല്യമായ ഒരു സ്ഥാനം, ഒരു ലീഡർഷിപ്പ്, അത് അത്രേ ഉള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്നത്.
അല്ലാതെ നമ്മളൊരു ഒരു സംസാരം ഒരു എല്ലാ വാക്കുകളിലും ഒരു ഒതന്റിക് ആയിട്ട് സംസാരിക്കുക, ഒരു അധികാരത്തിൽ ഇത് ചെയ്യും അത് ചെയ്യും ഇത് ചെയ്യും, ആ ഒരു സംസാര സിസ്റ്റം ശരിയില്ല. നമ്മളൊരു ലീഡർ എന്ന് വെച്ചാൽ ഞാൻ ആദ്യം പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ ആദ്യം ഞാൻ ഇതിനെ പഠിച്ചു. പക്ഷേ പിന്നീട് വരുന്ന ഇപ്പൊ ഞാൻ ആദ്യം വന്നു, അതിനുശേഷം റല്ലോ മേഡം വന്നു, അതിനുശേഷം ഷെയർ സാർ വന്നു. അപ്പൊ ഞാൻ ആദ്യം എത്തിയെന്നുള്ളൂ. ഇപ്പം ഭൂമിയിലേക്ക് എത്തുന്ന ഇപ്പൊ നമ്മളെല്ലാ ആത്മാക്കളും ഒരേ സമയത്താണ് പിന്നെ സൃഷ്ടിക്കപ്പെട്ടുന്നുണ്ട്. ഭൂമിയിലേക്ക് എത്തുന്നവരൊക്കെ കാലഘട്ടത്തിനനുസരിച്ചായിരിക്കും ആ ദൈവം ഭൂമിയിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഈ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സിസ്റ്റത്തിലേക്ക് എത്തുന്നത് വൺ ബൈ ആയിട്ടായിരിക്കാം. ഇപ്പൊ ഞാൻ മുഖേന വേറെ ആരെയും എത്തും, അയാൾ മുഖേന വേറെ ആരെയും എത്തും. ആ രീതിയിലായിരിക്കാം ഈ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മൾ എന്താ പഠിച്ചെടുത്തത്, അത് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തവരെ പഠിപ്പിച്ച് പ്രാപ്തനാക്കി ഒരു ലീഡറാക്കി മാറ്റാം. അദ്ദേഹം ഒരു പടുമരമായിട്ട് ഒരു ആൽമരമായിട്ട് വളരുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കി കണ്ടാൽ മതി, നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാം. ഷഹീർ സാർ ഒരു ആൽമരമായിട്ട് വളർന്നിട്ടുണ്ട് ഇന്റെ ഈ സൈഡിൽ എനിക്ക് റംല മേഡം ഒരു ആൽമരമായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പൊ എനിക്കെന്താ ഈ രണ്ട് സൈഡിൽ നിന്നും എനിക്ക് തണലായിട്ട് തണർത്ത് ഇങ്ങനെ ഇരുന്നാൽ മതി അല്ലേ? അതല്ലേ തണല്, അതല്ലേ ലീഡർഷിപ്പ്. അതേപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാം. നമ്മൾ പഠിച്ചത് അവരെ പഠിപ്പിക്കുക. എന്താണ് സൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത്? ഉദാഹരണത്തിന് നമുക്ക് സൈറ്റിലേക്ക് പോയേക്കാം. ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ സൈറ്റ് എന്താണെന്ന് ആദ്യം വിശകലനം ചെയ്യാം. ട്രസ്റ്റ് വാലറ്റ് ഒന്ന് കാണാം. ട്രസ്റ്റ് വാലറ്റ് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്താണ് USDT, എത്ര USDT ഞാൻ ഇന്നലെ കാണിച്ചതാണ്. അപ്പെക്സ് വിഡ്രോ ചെയ്യുന്നതും അപ്പെക്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതൊക്കെ കാണിച്ചതാണ്. ഇനി ഒന്നുകൂടെ നമുക്ക് കാണാം. ഓക്കെ മാഡം, ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണ്. നമ്മൾക്ക് കിട്ടിയ ID എങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാന്നാണ് നോക്കേണ്ടത്. നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ പോവാം. ഗൂഗിളിൽ പോയിട്ട് ആരും ടെൻഷൻ അടിക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഗൂഗിളിൽ അപ്പെക്സ് ടോക്കൺ അടിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് അപ്പെക്സ് ടോക്കൺ തെളിഞ്ഞു വരുന്നുണ്ട് അല്ലേ? നമ്മൾ അപ്പെക്സ് അടിച്ചിട്ടുള്ളൂ, ടോക്കൺ വന്നിട്ടുണ്ട് അവിടെ. അവിടുന്ന് എടുക്കുമ്പോൾ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ സൈറ്റിനെ കാണാൻ പറ്റും. ഇവിടെ അപ്പെക്സ് ടോക്കൺ ക്രിപ്റ്റോ ടോക്കൺ ഇൻഡെക്സ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എന്നുണ്ട്. ഒന്ന് താഴെ ലോഗിൻ എന്നുണ്ട്. ലോഗിനിൽ ടച്ച് ചെയ്താൽ നമ്മുടെ യൂസർ ID പാസ്വേഡിലേക്ക് മുന്നോട്ട് പോവാം. നമുക്ക് മുകളിലത്തെ ആ സൈറ്റിലേക്ക് ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് വരിക, ഈ ഇന്റർഫേസ് ആണ് കാണുക. ഇത് അപ്പെക്സ് ടോക്കന്റെ സൈറ്റ് ആണ് നിങ്ങൾ കാണുന്നത്. അപ്പെക്സ് ടോക്കൺ APX phase 2 സ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോം ഈസ് ലോഞ്ച്ഡ് എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ phase 2 പോകുമ്പോൾ ഇവിടെ ടച്ച് ചെയ്ത് കൊടുത്താൽ നേരെ phase 2 പ്രൊജക്റ്റിലേക്ക് പോകും. അവിടുന്ന് നമ്മൾ ട്രസ്റ്റ് വാലറ്റിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് phase 2 പ്രൊജക്റ്റ് ഏറ്റെടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, കണ്ടില്ലേ? ഓരോ ക്രിപ്റ്റോയുടെ പ്രൈസുകളാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. എത്തേറിയം $2.768, അതായത് $2768. BNB $585. ട്രോണ് 0.22. അങ്ങനെ ഓരോന്നും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈവായിട്ട്. അതിന്റെ പ്രൈസുകൾ ഇതാ. ഷിബ 0.0000001.16. അപ്പെക്സ് ടോക്കൺ 0.319960 ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൈക്കുമ്പോൾ നിൽക്കും. പിന്നെ അതേപോലെ തന്നെ പിന്നെ ബിറ്റ്കോയിൻ വരുന്നുണ്ട് 98,648. അപ്പൊ എല്ലാം ഇവിടെ നമ്മുടെ സൈറ്റിൽ തന്നെ, കമ്പനിയുടെ സൈറ്റിൽ തന്നെ കാണുന്നുണ്ട്. ഇനി താഴോട്ട് വരുമ്പോൾ നമ്മുടെ ട്രേഡിന്റെ ലൈവ് ചാർട്ട് ഇവിടെ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇന്നത്തെ പ്രൈസും ഇവിടെ കാണുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇതിൽ കൂടെ തന്നെ കാണാൻ പറ്റും. നമ്മുടെ റാങ്ക് ഇവിടെ കാണുന്നുണ്ട്, 3251 റാങ്ക്. അതേപോലെ തന്നെ വോളിയം 1.74 USDT. ഇതെല്ലാം ഇവിടെ തന്നെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് എങ്ങനെ, സൈറ്റ് മാനേജ്മെന്റ് ആണല്ലോ നമ്മുടെ വിഷയം. അപ്പൊ നമുക്ക് സൈറ്റ് ഓപ്പൺ ചെയ്യണമല്ലോ. അപ്പൊ നമ്മൾ ഇതാ ഇവിടെ ഈ സൈറ്റിൽ നിന്ന് തന്നെ നമ്മുടെ ലോഗിൻ ചെയ്ത നമ്മുടെ ഡീറ്റെയിൽസ് ഉള്ള, അല്ലെങ്കിൽ നമ്മുടെ USDT കീപ്പ് ചെയ്യുന്ന, നമ്മുടെ പ്രോഫിറ്റ് കീപ്പ് ചെയ്യുന്ന, നമുക്ക് കിട്ടുന്ന വരുമാനം എവിടെ കാണാൻ പറ്റും എന്നുള്ളതൊക്കെ കാണിക്കുന്ന വേറെ സൈറ്റിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഞാൻ ലോഗിൻ ചെയ്യാണ്. ഇവിടെ ഞാൻ ഓൾറെഡി ഇവിടെ എൻ്റെ എല്ലാ ഐഡികളും ചെയ്ത് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ മെയിൻ ID ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ എൻ്റെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഓക്കെ ഞാൻ നേരെ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ അവിടെ ലോഗിൻ എന്നുള്ള അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്റർഫേസ് കിട്ടി. അവിടെ എൻ്റെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെയാണ് നമ്മുടെ വരുമാനങ്ങളും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുകയും നമ്മളെ നമ്മളെ ടോക്കണും എല്ലാം ഇവിടെയാണ് കാണാൻ പറ്റുക. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ നിങ്ങൾ, ഞാനിവിടെ 700 USDT കാണുന്നുണ്ടല്ലോ ടോട്ടൽ സ്റ്റേക്കഡ്. ഇതിൻ്റെ വർക്കിംഗ് പ്ലാറ്റ്ഫോം, വർക്കിംഗ് ID ആണ്. എൻ്റെ വേറൊരു ID 5000-ൻ്റെ, വേറെ 1000-ൻ്റെ ഉണ്ട്, വേറൊരു 500-ൻ്റെ ഉണ്ട്. അത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇതിൻ്റെ വർക്കിംഗ് ID കേട്ടോ.
ഇവിടെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് ഡാഷ്ബോർഡ് കിട്ടി. നമ്മളിപ്പോൾ ആക്ടിവേഷൻ ചെയ്യാത്ത വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഞാൻ ഒരു ID ബ്ലാങ്ക് ആയിട്ട് അടിച്ചു വെച്ച വ്യക്തിയാണ്, ആക്ടിവേഷൻ ചെയ്തില്ല. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ഞാൻ USDT പർച്ചേസ് ചെയ്യാണ്. ഉദാഹരണത്തിന് ഞാൻ റംല മാഡത്തോട് ഒരു 100 USDT ഞാൻ വാങ്ങിയെന്ന് വിചാരിക്കാം. റംല മാഡം എനിക്ക് USDT അയച്ചു തരുമ്പോൾ എൻ്റെ ID നമ്പർ ഉപയോഗിച്ചിട്ടാണ് അയച്ചു തരാം. കണ്ടില്ലേ നിങ്ങൾ എൻ്റെ ID നമ്പർ കണ്ടത് 90345572. ഈ ID നമ്പർ ഉപയോഗിച്ച് റംല മാഡം എൻ്റെ IDയിലേക്ക് USDT അയക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് എൻ്റെ ആ USDT ഇവിടെ കറണ്ട് ബാലൻസ് എന്ന് പറയുന്ന ഈ ഏരിയയിലാണ് വരിക. ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ പ്ലാൻ സെലക്ട് ചെയ്യേണ്ടത്, എന്നിട്ട് അതിലേക്ക് അയക്കേണ്ടത്. ഞാൻ ഉദാഹരണത്തിന് ഇവിടെ ഒരു $93 ഉണ്ടെന്ന് വിചാരിക്കാം. ഈ $93 ഞാനൊരു $50 ടോപ്പ് അപ്പ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ID ആക്ടിവേഷൻ ചെയ്യാത്ത ID ആണെന്ന് മനസ്സിലാക്കാം. ഇതൊരു ബ്ലാങ്ക് ID ആണ്. എൻ്റെ അടുത്ത് എൻ്റെ കയ്യിൽ 93 ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ജസ്റ്റ് പ്ലാനിൽ വരുന്നു. പ്ലാനിൽ വന്ന് ഞാൻ ഇവിടെ സ്റ്റേക്ക് ഓൺ പ്ലാൻ, നമ്മൾ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, സ്വയം ചെയ്യാവുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് നമ്മൾ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടെന്ന് ആവശ്യം. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇനിയിപ്പം റംല മേഡം അയച്ചു തരുന്നില്ല, നമ്മളെ ലീഡേഴ്സ് അയച്ചു തരുന്നില്ല, നമ്മുടെ കയ്യിൽ നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൽ എമൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ കാണാം, ഇതാ ഇവിടെ സ്റ്റേക്ക് ഓൺ പ്ലാൻ എന്ന് കാണുന്നിടത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ എഴുതിയിട്ട് നിങ്ങൾ മനസ്സിലായല്ലോ, എമൗണ്ട് വിൽ ബി ഡിഡക്റ്റഡ് ഫ്രം വാലറ്റ് $50. അപ്പം ഞാൻ ഇവിടെ ഈ സ്റ്റേക്ക് ഓൺ പ്ലാൻ കൊടുക്കുമ്പോൾ എൻ്റെത് 700 എന്നുള്ളത് 750ലേക്കും എൻ്റെ വാലറ്റ് എമൗണ്ടിൽ നിന്ന് എൻ്റെ കറണ്ട് ബാലൻസ് നിന്ന് എന്താവും, മൈനസ് ആവും, 50 മൈനസ് ആവും. നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സക്സസ്ഫുള്ളി എന്ന് വരും കേട്ടോ. പർച്ചേസ്ഡ് APX INV50 സക്സസ്ഫുള്ളി. അവിടെ ഇപ്പം എന്തായി, ഈ 700 എന്ന ഭാഗത്ത് 750 ആയി അല്ലേ. അപ്പം എൻ്റെ സ്റ്റേക്ക്ഡ് എമൗണ്ട് 750 ആയി. എൻ്റെ അപ്പക്സ് ടോക്കൺ എനിക്ക് തന്നത് കമ്പനി 7000-ൽ നിന്ന് 7500 ആയി. എൻ്റെ ബാലൻസ് 93-ന്ന് 50 ഡിഡക്ട് ചെയ്ത് പോയി, ബാക്കി 43 ആയി. മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം പോകുന്നത്. നമുക്ക് പ്ലാനിൽ പോകാം. പ്ലാനിൽ നിന്ന് നമുക്ക് പ്ലാൻ സെലക്ട് ചെയ്തതിന് ശേഷം ആ പ്ലാനിൽ നമ്മൾ സ്റ്റേക്ക് കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ പ്ലാനാണ് നമ്മൾ നോക്കി. ഈ പ്ലാനിൽ തന്നെ നമുക്ക് എല്ലാ എമൗണ്ടുകളും കിട്ടോ. നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഏത് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. 50, 100, 250, 500, 1000, 2500, 5000, 10000, 20000, 25000. ഇവിടെ ഇപ്പൊ നിങ്ങൾ 250 കാണുന്നത്, 100 കഴിഞ്ഞാൽ 250 കാണുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് 150 ചെയ്യാൻ പറ്റില്ലെന്ന്. 150 ചെയ്യുക. നിങ്ങൾ 100 ചെയ്തതിന് ശേഷം ഒരു 50 കൂടെ ചെയ്താൽ മതി. 150 ഉണ്ടെങ്കിൽ നിങ്ങൾ 250 ചെയ്തപ്പോൾ 300 ചെയ്യണമെന്നുണ്ടോ, ഒരു 250 ചെയ്യുക, ഒരു 50 കൂടെ ചെയ്യുക, അല്ലെങ്കിൽ 300 സെലക്ട് ചെയ്യുക. നിങ്ങളുടെ $300 ഉണ്ടെങ്കിൽ 300 സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ പാക്കേജ് 50, 250, ഈ 50 റൗണ്ടിൽ നമുക്ക് എത്രയും ചെയ്യുക എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഇനി നമുക്ക് BV ലോഗ്. ഇവിടെ BV ലോഗ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള ബിസിനസിന്റെ വോളിയം നമുക്കിവിടെ കാണാൻ പറ്റും. എത്രത്തോളം നമുക്ക് റൈറ്റിലാണോ ലെഫ്റ്റിലാണോ ബിസിനസ് വന്നിട്ടുള്ളത്, നമ്മുടെ ടീം ബിസിനസ് വന്നിട്ടുള്ളത്, ആ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ തെളിയിച്ച് കാണാൻ പറ്റും. ഇനി ഡെപ്പോസിറ്റ് ലോഗ്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത്, ഞാനിപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടുകൾ ഉണ്ടാവുമല്ലോ. ഞാനിപ്പോൾ ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്ത ആ എമൗണ്ടിന്റെ ഒരു സിസ്റ്റമാണ് ഇത് കാണിക്കുന്നത്. കണ്ടില്ലേ, ഇപ്പൊ ഞാൻ ആ എമൗണ്ട് ഏതൊക്കെ ഡേറ്റിൽ ചെയ്തിട്ടുണ്ടാവും, ആ ഡേറ്റിൽ ചെയ്തതും പിന്നെ ടോപ്പ് അപ്പ് ചെയ്തതും എല്ലാം ഇവിടെ കാണാൻ പറ്റും. ടോപ്പ് അപ്പ് ചെയ്തത് കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ടോപ്പ് അപ്പ് ചെയ്ത് നോക്കട്ടെ. ഒരു 100 ഇന്ന് ഫെബ്രുവരി 5 ഒന്നുമില്ല, അത് ഇന്നലെ ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പോൾ നമ്മൾ ഒക്ടോബർ 1 മുതൽ ഇവിടെ ഡേറ്റ് ഉണ്ട്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്, അതിൽ ഡെപ്പോസിറ്റ് ചെയ്ത തുകകളുടെ ലിസ്റ്റ് ഇവിടെ ഉണ്ട്. അതേപോലെ ഇവിടെ ക്യാൻസൽ ആയപ്പോൾ, അതായത് ഒരു ഫണ്ട് ഞാൻ $17 ആദ്യം ഹലോ $17 ഞാൻ ക്യാൻസൽ ചെയ്തപ്പോൾ, പിന്നെ സോറി, ആ ഒരു ഡെപ്പോസിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്തപ്പോൾ വന്നുള്ള ഒരു സിസ്റ്റങ്ങൾ കണ്ടല്ലോ, ക്യാൻസൽ എന്നുള്ളത് കാണുന്നുണ്ട്. അത് ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് കൊടുത്താണ്. അതേപോലെ റഫറൽസ്, ഇതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഏതൊരു വ്യക്തിയിലേക്കാണോ നമ്മൾ ബിസിനസ് കൊണ്ടുപോകുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്തതിന് ശേഷം ഞാൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും, എൻ്റെ ഒരുവിധം സുഹൃത്തുക്കളെയും ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും,
എല്ലാവർക്കും എൻ്റെ റെഫറൽസ് എടുത്ത് അയച്ചു കൊടുക്കും. സ്വാഭാവികമായിട്ട് ഞാൻ ഓൾ റെഫറൽസിൽ ഇവിടെ ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും ഇവിടെ സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ സുഹൃത്തിനെ ലെഫ്റ്റ് റെഫറൽസിലേക്ക് കൊടുത്തിട്ട് ലെഫ്റ്റ് ടീമിൽ ലെഫ്റ്റ് സൈഡിലേക്കാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ അവർക്ക് ലെഫ്റ്റ് റെഫറൽസ് കൊടുക്കാം. ഇവിടെ ലെഫ്റ്റ് റെഫറൽസ് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, ദാ ലോഗിങ് ലെഫ്റ്റ് കാണുന്നുണ്ടല്ലോ, ലോഗിങ് ലെഫ്റ്റ്. അതേപോലെ ജോയിൻ റൈറ്റ്. ഈ ജോയിന് ജോയിൻ ലെഫ്റ്റ്, ജോയിൻ റൈറ്റ്, ഈ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ, ഇവിടെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്താൽ, കോപ്പി എന്ന് കാണുന്നിടത്ത് ജസ്റ്റ് ടച്ച് ചെയ്താൽ തന്നെ നമുക്ക് എന്താവും, അത് കോപ്പിയായി. ഇവിടെ നമുക്ക് ജസ്റ്റ് ടച്ച് ചെയ്യാം. ഈ ഇവിടെ ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇതിനെ മിനിമൈസ് ചെയ്തിട്ട് നമ്മുടെ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഞാനിവിടെ എൻ്റെ ഒരു വേറൊരു സെക്കൻഡറി വാട്സാപ്പിലേക്ക് ഞാനിവിടെ പേസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കാം. സോറി, ഞാൻ ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യും. ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പം എൻ്റെ ലെഫ്റ്റ് ലിങ്ക് നിങ്ങളിവിടെ കാണുന്നുണ്ടായിരിക്കും, ലെഫ്റ്റ് ലിങ്ക്. ഇത് ഞാനൊരു വാട്സാപ്പിൽ എൻ്റെ സുഹൃത്തിന് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ അയച്ചു കൊടുക്കുമ്പോൾ തന്നെ അതെന്തായി, അദ്ദേഹത്തിന് അവിടെ കിട്ടുമ്പോൾ അദ്ദേഹം ഓപ്പൺ ചെയ്യാണ്. അദ്ദേഹം ഓപ്പൺ ചെയ്യുമ്പോൾ അദ്ദേഹം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു എന്ത് കിട്ടും, ഒരു 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 എന്താ പറയാ, നമ്മുടെ ഒരു ഫോം കിട്ടാം. ആ ഫോം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ ഇത് ലോഗൗട്ട് ചെയ്യണം. ലോഗൗട്ട് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ ലിങ്കിൽ ഞാൻ ഈ ലിങ്ക് കിടക്കുന്നുണ്ടല്ലോ, ഈ ലിങ്കിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ഫോം വരും. ഇങ്ങനെ ഒരു ഫോം അവരുടെ മുന്നിലേക്ക് വരും. സ്വാഭാവികമായിട്ട് ഏതൊരാളുടെ മുന്നിലേക്കും ഇങ്ങനെ ഒരു ഫോം വരുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ആ പാസ്വേഡിനെ കൺഫേം ചെയ്യുക. എന്നതിന് ശേഷം ക്രിയേറ്റ് അക്കൗണ്ട്. ഈ സിമ്പിൾ പ്രോസസ്സിലൂടെ എന്താവും, ഒരു ID ക്രിയേറ്റ് ആവും. സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിക്കും ഇവിടെ ഫസ്റ്റ് നെയിം ആയിട്ടുള്ള ഫസ്റ്റ് നെയിം കൊടുക്കാം, ലാസ്റ്റ് നെയിം കൊടുക്കാം, മെയിൽ അഡ്രസ്സ് കൊടുക്കാം, ഫോൺ നമ്പർ കൊടുക്കാം. അതിനുശേഷം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. ആ പാസ്വേഡിനെ കൺഫേം ചെയ്യാം. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ID അവിടെ ക്രിയേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇതിലേക്ക് എൻട്രി ചെയ്യും. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ളത് പിന്നെ ഗൂഗിളിൽ പോയിട്ട് നമ്മൾ അപ്പക്സ് ടോക്കൺ അടിച്ച് ഞാൻ ഇതേപോലെ തന്നെ നേരത്തെ കാണിച്ച പോലെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു ഇന്റർഫേസ് കിട്ടുകയും ചെയ്യും. ക്ലിയർ? ഇനി വീണ്ടും നമുക്ക് അതിലേക്ക് പോകണം, നമ്മുടെ സൈറ്റിലേക്ക്. ലോഗൗട്ട് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ ID ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അത് ഏത് ലെഫ്റ്റ് ലിങ്ക് എടുത്താലും റൈറ്റ് ലിങ്ക് എടുത്താലും നിങ്ങൾ എത്ര ഡെപ്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ റൈറ്റ് ലിങ്ക് അപ്പോൾ ലെഫ്റ്റ് ലിങ്ക് എടുത്താൽ ലെഫ്റ്റ് ആയിട്ട് ഔട്ട് റൈറ്റ് പോകുള്ളൂ. ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ ട്രീ നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു ലെഫ്റ്റ് ലിങ്കാണ് എടുത്തെന്ന് വിചാരിക്കാം. ഈ ലെഫ്റ്റ് ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ പോയിട്ട് ഇതിൻ്റെ ഏറ്റവും താഴെ പോയിട്ട് ഔട്ട് റൈറ്റ് ഈ സൈഡിൽ മാത്രമേ ജോയിൻ ആവുള്ളൂ. ഈ സൈഡിലേക്ക് വരില്ലേ, ഈ സൈഡിലേക്ക് ജോയിൻ ആവില്ല. ഇതാണ് നമ്മുടെ ട്രീ. ഈ ട്രീയിൽ നിങ്ങളിവിടെ ട്രീന്ന് ലെഫ്റ്റ് ലിങ്ക് എടുത്തിട്ട് നിങ്ങളുടെ സുഹൃത്തിന് കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങളുടെ താഴെ ഉണ്ടോ അത്രത്തോളം താഴെ പോയിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആക്ടിവേറ്റ് ആവുക. ക്ലിയർ? അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു തിയറി. അത് റൈറ്റിലാണെങ്കിലും ശരി, ലെഫ്റ്റിലാണെങ്കിലും ശരി. ഇനി നമുക്ക് നോക്കാം ഡെപ്പോസിറ്റ് നൗ. ഉദാഹരണത്തിന് നമ്മളിനി ഡെപ്പോസിറ്റ് ചെയ്യാൻ പോവാം. നമ്മുടെ ഐ ഡിയിലോട്ട് ഏത് എമൗണ്ടിനാണോ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്, നമ്മൾ ട്രസ്റ്റ് വാലറ്റിൽ നമുക്കൊരു വാലറ്റ് ഉണ്ട്. ആ വാലറ്റ് ട്രസ്റ്റ് വാലറ്റിൽ USDT ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളുടെ കയ്യിലില്ല, നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റ് നിങ്ങൾ ഏത് സുഹൃത്തിൻ്റെ കയ്യിലാണെങ്കിലും ശരി, അദ്ദേഹത്തിന് എന്ത് ചെയ്യുക, ഈ വാലറ്റ് അഡ്രസ്സ് അയച്ചു കൊടുക്കുക. ഉദാഹരണത്തിന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡാഷ്ബോർഡിൽ നിങ്ങൾ എൻ്റെ അപ്പക്സ് ടോക്കൻ്റെ എമൗണ്ട് നോക്കാം. എന്നിട്ട് ഞാൻ അപ്പക്സ് ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് കാണിക്കാം. എൻ്റെ അപ്പക്സ് ബാലൻസ് നിങ്ങൾ കണ്ടോ, 39 ആണ്. 39.35 അപ്പക്സ് ബാലൻസ് ഉള്ളത്. ഇനി ഞാൻ ആ അപ്പക്സിൻ്റെ ഡെപ്പോസിറ്റ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഡെപ്പോസിറ്റ് ആവുന്നുള്ള അഡ്രസ്സ് എടുത്തു.
ഇവിടെ ഞാൻ ഈ അഡ്രസ്സിനെ ഞാൻ കോപ്പി ചെയ്തു. 0Z8CC 98A കോപ്പി ചെയ്തു. 61BC 35 കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ അതിനെ 8501B 90 പിന്നെ 70 മിനിമൈസ് 98 ചെയ്തു. 3D 9C5 മിനിമൈസ് ചെയ്തതിന് 1PP ശേഷം 48. ഞാൻ എൻ്റെ ട്രസ്റ്റ് വാലറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ ബാലൻസ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അല്ലേ? ഏകദേശം അപ്പക്സ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. 1098 അപ്പക്സ് ഉണ്ട്. കൂടാതെ ഒരു 300 USDT താഴത്ത് കാണുന്നുണ്ടായിരിക്കും. അത് സൂം ചെയ്യാൻ കഴിയില്ല ഇതായതുകൊണ്ട്. അപ്പം ഞാനിവിടെ സെൻഡ് ഓപ്ഷനിലേക്ക് പോവാം. ഇവിടെ സെൻഡ് ഉണ്ട്, റിസീവ് ഉണ്ട്, ബൈ ഉണ്ട്, സെൽ ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്. ഇപ്പൊ ഇത് നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരിക്കില്ല, ചിലരുടെ അടുത്ത് ട്രസ്റ്റ് വാലറ്റ് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോകാം. നിങ്ങൾ ഐഫോൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോകാം. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ പ്ലേ സ്റ്റോർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആപ്പ് സ്റ്റോർ, ഇവിടെ ആപ്പ് സ്റ്റോർ എടുക്കുന്നുണ്ട്. ഞാനിവിടെ സെർച്ച് ചെയ്യാണ് RUS ട്രസ്റ്റ് ALL ET. ട്രസ്റ്റ് വാലറ്റ് എന്ന് ഞാൻ അടിച്ചപ്പോൾ ഈ ലോഗോ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കണ്ടില്ലേ? ട്രസ്റ്റ് ക്രിപ്റ്റോ ആൻഡ് ബിറ്റ് കോയിൻ വാലറ്റ് കണ്ടല്ലോ. ഈ ലോഗോ ഇതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ടത്. ഇതാണ് ട്രസ്റ്റ് വാലറ്റിന്റെ ലോഗോ. അപ്പോൾ നമുക്കത് ഞാൻ ജസ്റ്റ് ആപ്പ് സ്റ്റോറിൽ നിന്ന് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ ട്രസ്റ്റ് വാലറ്റ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്രിയേറ്റ് അക്കൗണ്ട് ഉണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ പുതിയൊരു ക്രിയേറ്റ് അക്കൗണ്ട് ഞാൻ ചെയ്യാൻ പോവാണ്. അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ട്രസ്റ്റ് വാലറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ഓൾറെഡി എനിക്ക് അക്കൗണ്ട് ഉണ്ട്. കൂടാതെ ഞാൻ വേറൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ആ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം നിങ്ങളുടെ പെന്നോ പെൻസിലോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. പ്ലേ സ്റ്റോറിൽ പോകുന്നു. പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ട്രസ്റ്റ് വാലറ്റ് ഡൗൺലോഡ് ചെയ്യുന്നു. ട്രസ്റ്റ് വാലറ്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ശരിക്കും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് അല്ല വരിക. ഇത് ഓപ്പൺ ആക്കിയതുകൊണ്ടാണ് കിട്ടുന്നത്. ഞാൻ പുതിയൊരു ID ക്രിയേറ്റ് ചെയ്യാണ്. എനിക്കിവിടെ 3 IDകൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ID അല്ല, വാലറ്റ്. നജാഫ് 2, നജാഫ് AF, നജാഫ് 3. ഇപ്പം നജാഫ് AFലാണ് ഞാൻ എൻ്റെ ഈ എമൗണ്ട് ഉള്ളത്. അപ്പോൾ ഞാൻ പുതിയൊരു വാലറ്റും കൂടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വാലറ്റ് ഇപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ന്യൂ വാലറ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് മുന്നിലേക്ക് വരും. അപ്പോൾ അതേപോലെ നമുക്കിവിടെ നോക്കാതാ. ഇവിടെ പ്ലേ സ്റ്റോർ പ്ലസ് അടിച്ചു കഴിഞ്ഞപ്പോൾ ഇതേപോലെയാണ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ ആള് ട്രസ്റ്റ് വാലറ്റ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ അതിനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ക്രിയേറ്റ് ന്യൂ വാലറ്റ്, ആഡ് എക്സിസ്റ്റിംഗ് വാലറ്റ്. ഇത് രണ്ടും വ്യത്യാസം നിങ്ങൾക്ക് അറിയാലോ. ക്രിയേറ്റ് ന്യൂ വാലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ആഡ് എക്സിസ്റ്റിംഗ് വാലറ്റ് എന്ന് പറയുമ്പം പഴയ വാലറ്റിന്റെ ആഡിങ് ആണ് കാണിക്കുന്നത്. അതായത് പഴയ വാലറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ പഴയ ഫോണിലൊരു വാലറ്റ് ഉണ്ട്, അല്ലെങ്കിൽ പഴയ കമ്പ്യൂട്ടറിൽ ഒരു വാലറ്റ് ഉണ്ട്. ആ വാലറ്റിൽ നിന്ന് ആ വാലറ്റിൽ ലക്ഷക്കണക്കിന് ഡോളേഴ്സ് ഉണ്ടായിരിക്കും ചിലപ്പം. പക്ഷെ അതിനൊരു സീക്രട്ട് ഫ്രൈസ് ഉണ്ടായിരിക്കും. ആ സീക്രട്ട് ഫ്രൈസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടെ നമ്മുടെ ആ പഴയ വാലറ്റിനെ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ ഒരു പുതിയ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. ഇവിടെ വന്നത് കണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടല്ലോ? മാഡം കാണുന്നല്ലോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇവിടെ സീക്രട്ട് ഫ്രൈസ് എന്നുണ്ട്, സ്വിഫ്റ്റ് ബെറ്റാന്നുണ്ട്. ബെത്ത. അവിടെ നമ്മൾ ചെയ്യേണ്ടത് സീക്രട്ട് ഫ്രൈസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സീക്രട്ട് ഫ്രൈസിൽ ക്രിയേറ്റ്. ഇവിടെ വന്നിട്ട് ബാക്കപ്പ് മാനുവലി, ബാക്കപ്പ് ഐക്ലോഡ്. അപ്പോൾ നമ്മൾ ബാക്കപ്പ് മാനുവലിയിലേക്ക് പോകണം. ബാക്കപ്പ് മാനുവലി ഇവിടെ ഒരു 3 ടിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് വരുന്നത്. ദി സീക്രട്ട് ഫ്രൈസ് ഈസ് ദ മാസ്റ്റർ കീ ടു യുവർ വാലറ്റ്. ശ്രദ്ധിക്കണം, ഇവിടെ നീ തരാൻ പോകുന്ന സീക്രട്ട് ഫ്രൈസ് നിങ്ങളുടെ മാസ്റ്റർ കീ ആണ്. നിങ്ങളുടെ യുവർ വാലറ്റ് നിങ്ങളുടെ മാസ്റ്റർ കീ ആണ്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് വാലറ്റിലുള്ള എമൗണ്ട് തിരിച്ചെടുക്കാൻ കഴിയില്ല. സീക്രട്ട് ഫ്രൈസ് അതാണ് പറയുന്നത്. സീക്രട്ട് ഫ്രൈസ് 12 അക്കമുള്ള ഫ്രൈസ് ആണ്. ഈ 12 അക്കമുള്ള ഫ്രൈസ് നമുക്ക് ശ്രദ്ധിക്കുക. നമ്മളൊരു വേറൊരു ഫോണിലോ അല്ലെങ്കിൽ കോപ്പി പേസ്റ്റോ ചെയ്തിട്ട് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ട് അതിൻ്റെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കണം. എന്നാലേ നമുക്ക് നഷ്ടപ്പെടാതിരിക്കുള്ളൂ. ഞാൻ എന്നോട് ആദ്യം പറയുന്നു, ഞാൻ ചെയ്തിട്ടില്ല, എന്നോട് പറയുന്നത്, അതിൽ നിങ്ങളോടും പറയുന്നു. ഓക്കെ, ഇവിടെ 3 ടിക്ക് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ 3 ടിക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ടിക്ക് ചെയ്തു.
കണ്ടിന്യൂ ചോദിക്കുകയാണ്. ഇനി കണ്ടിന്യൂ പോകുമ്പോൾ ചിലപ്പോൾ സീക്രട്ട് ഫ്രൈസ് ആണ് വരിക. ചിലപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഒരു സെക്യൂരിറ്റിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അവർ ക്ലോസ് ചെയ്യും. ആ ചിലപ്പോൾ ഒരു സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ശ്രദ്ധിക്കാം. നമുക്ക് പോയി നോക്കാം. ഇവിടെ ഒരു സീക്രട്ട് ഫ്രൈസ് വന്നു. കാണുന്നുണ്ടോ മാഡം? സീക്രട്ട് ഫ്രൈസ് കാണുന്നുണ്ടോ? ക്ലിയർ ആണോ മാഡം? ഇവിടെ അല്ലല്ലേ, ക്ലിയർ ആണ് സാർ, വേറെ എവിടെ ആണ്? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ. ഇവിടെ സീക്രട്ട് ഫ്രൈസ് കാണുന്നുണ്ടല്ലോ. ഇതിനെ ഞാൻ ഫോട്ടോ എടുത്ത് മാറ്റി വെക്കാണ്. കാരണം എന്താ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ചേരുംപടി ചേർക്കുക എന്നുള്ള പൊസിഷൻ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അതേപോലെ ഒരു സിസ്റ്റം ഇവിടെ വരുന്നുണ്ട്, ചേരുംപടി ചേർക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതിനെ ഫോട്ടോ എടുത്തിട്ട് മാറ്റി വെക്കാണ്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. നിങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നത് നിങ്ങൾ ചിന്തിക്കുക. കാരണം നിങ്ങൾക്ക് നാളെ ഈ കമ്പനിയിലല്ല, ഇനി വേറെ എവിടെയെങ്കിലും ആണെങ്കിലും ട്രസ്റ്റ് വാലറ്റ് എന്ന് പറഞ്ഞ ക്രിപ്റ്റോ വേൾഡിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വാലറ്റ് ആണ്. എത്ര കോടിക്കണക്കിന് ക്രിപ്റ്റോ കറൻസി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇവിടെ കണ്ടിന്യൂ എന്നാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ, കണ്ടിന്യൂ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കോപ്പി ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കാൻ പറ്റും. കാരണം മാറ്റി വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഫോൺ ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുക. ഇതുപോലെ ഞാൻ ഫോട്ടോ എടുത്ത പോലെ ഫോട്ടോ എടുത്ത് മാറ്റി വെക്കാൻ പറ്റും. ഇവിടെ ഫോട്ടോ എടുത്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചേരുംപടി ചേർക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്തത് 1, 2, 3 എന്നൊക്കെ വരും. അതേപോലെ തന്നെ ഞാൻ ആ ബോക്സിൽ ക്ലിയർ ചെയ്ത് കൊടുക്കണം. കണ്ടിന്യൂ കൊടുക്കുന്നു. ഈ കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഞാൻ എന്നോട് ചോദിക്കുന്നത് ശ്രദ്ധിക്കുക, വേർഡ് 5 ആണ് ചോദിക്കുന്നത്. വേർഡ് 5 ഏതാന്ന് ഞാൻ ഈ അടുത്ത ഫോട്ടോയിൽ നോക്കണം. വേർഡ് 5 നോക്കിയത് ഞാൻ മനസ്സിലാക്കുന്നത് ഫിറ്റ്നസ് ആണ്. ഇവിടെ എനിക്ക് ഒരു കോളത്തിൽ ഞാൻ കാണിച്ചു 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 12 ഫ്രേസ് തന്നു. മൈക്ക് മ്യൂട്ട്. അപ്പൊ ഞാനിവിടെ ശ്രദ്ധിച്ചുള്ളത് ഫിറ്റ്നസ് ആണ്. ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഫിറ്റ്നസ്സിൽ ഞാൻ ടച്ച് ചെയ്യാൻ പോണ്. അപ്പോൾ അവിടെ ഗ്രീൻ കളറിലുള്ള ഒരു ലൈറ്റ് വന്നു. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ അടുത്ത വേർഡ് 6 ആണ് ചോദിക്കുന്നത്. വേർഡ് 6 ഏതാണ്? അപ്പൊ ഞാൻ ഇവിടെ എൻ്റെ അടുത്ത ഫോട്ടോയിൽ ഞാൻ നോക്കി വേർഡ് 6 ഏതാണ്. വേർഡ് 6ൽ വന്നത് ലേസർ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ ലേസർ ടച്ച് ചെയ്തു. അതേപോലെ നെക്സ്റ്റ് വേർഡ് 7 ആണ് ചോദിക്കുന്നത്. വേർഡ് 7 ഏതാന്ന് ഞാൻ നോക്കിയപ്പോൾ നെറ്റ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നെറ്റ് ഇവിടെ ബോക്സ്. അതേപോലെ വേർഡ് 11 ഏതാന്ന് നോക്കിയപ്പോൾ വേർഡ് 11 ഇമർജ്. ഓക്കെ, അപ്പൊ വേർഡ് 11 കൊടുത്തു. എന്നതിന് ശേഷം ഞാൻ ഇവിടെ കണ്ടിന്യൂ കൊടുക്കാൻ കേട്ടോ. ശ്രദ്ധിക്കുക, കണ്ടിന്യൂ കൊടുക്കാണ്. കണ്ടിന്യൂ കൊടുത്തു. എനിക്കൊരു വാലറ്റ് അവിടെ ക്രിയേറ്റ് ആയി. കാണുന്നുണ്ടോ നിങ്ങൾ? സ്റ്റാർട്ട് യൂസിങ് ദ ട്രസ്റ്റ് വാലറ്റ്. ഇത് വേറൊരു വാലറ്റ് ആണ്. എനിക്ക് അപ്പുറത്തൊരു വാലറ്റ് ഉണ്ട്. ഇതൊരു പുതിയ വാലറ്റ് ആണ്. കണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഇവിടെ മെയിൻ വാലറ്റ് 3 എന്ന് കാണുന്നുണ്ട്. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നജാഫ് 2, നജാഫ് AF, നജാഫ് 3, മെയിൻ വാലറ്റ് 3. ഇതിനെ ഞാൻ എന്ത് ചെയ്യും, പേരിലേക്ക് മാറ്റുന്നു. ഇവിടെ ഞാൻ ജസ്റ്റ് ഇവിടെ ടച്ച് ചെയ്യുന്നു. ഇവിടെ ഞാൻ ഈ പേരിനെ ഡിലീറ്റ് ചെയ്യുന്നു. നജാഫ് 1 എന്ന് കൊടുത്തു. സേവ് കൊടുത്തു. സ്വാഭാവികമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ എൻ്റെ പേര് മാറി. ഞാൻ ഇവിടെ പോയിട്ട് മാനേജ് ക്രിപ്റ്റോയിൽ പോയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഇതിന് ക്രിപ്റ്റോ കോയിനെ ഞാൻ ഈ മെനുവിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ട് BTC, എത്തേറിയം, BNB, TWT, മാറ്റിക് എന്നൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഞാൻ മാനേജ് ക്രിപ്റ്റോ ടച്ച് ചെയ്യുന്നു. ഇവിടെ എല്ലാ നെറ്റ്വർക്കുകളും എല്ലാ കോയിനുകളും ഇവിടെ കാണാൻ പറ്റും. ഏകദേശം 25,000 കോയിനുകളുള്ള ഈ ക്രിപ്റ്റോ വേൾഡിൽ ഒരുവിധം കോയിനുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ അപെക്സ് ടോക്കണെ സെർച്ച് ചെയ്യാൻ പോവാണ്. ഇതിൽ ഞാൻ അപെക്സ് ടോക്കൺ ഇല്ല. മറ്റേ പഴയ ഐഡിയിൽ അപെക്സ് ടോക്കൺ ഉണ്ട്. ഇതിൽ അപെക്സ് ടോക്കൺ ഇല്ല. അപ്പൊ നമ്മൾ APX സെർച്ച് ചെയ്യുന്നു. അവിടെ നിങ്ങൾ കാണുന്നുണ്ടോ നമ്മുടെ അപെക്സ് വന്നത്? APX താഴെ APX ഈ ലോഗോ നമുക്ക് വന്നിട്ടുണ്ട്. BNB സ്മാർട്ട് ചെയിൻ നമ്മുടെ ഓൺ ആക്കി കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ ഹോമിലേക്ക് വരുന്നു, എൻ്റെ മെയിൻ വാലറ്റിലേക്ക് വരുന്നു. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും BTC, എത്തേറിയം, BNB, TWT, മാറ്റിക്, APX. ഇതാണ് നമ്മുടെ അപെക്സ് ടോക്കൺ. ഇത് ഈ ടോക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ട്രസ്റ്റ് വാലറ്റിൽ ചെയ്യേണ്ട സംഗതികൾ. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ പഴയ വാലറ്റിലേക്ക് പോവാണ്. ഇത് പുതിയ വാലറ്റ് ക്രിയേറ്റ് ചെയ്താലും പഴയ വാലറ്റിലേക്ക് പോവാണ്. അപ്പോൾ പഴയ വാലറ്റിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അവിടെ കോപ്പി ചെയ്തിട്ടുണ്ട് നമ്മുടെ വാലറ്റ് അഡ്രസ്സ്. അതിപ്പോൾ ഉണ്ടോന്നല്ല, ഒന്നുകൂടെ ചിലപ്പോൾ കോപ്പി ചെയ്യേണ്ടി വരും. ഓക്കെ,
ഇതാ ഇതിലാണ് എനിക്ക് ഫണ്ട് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിവിടെ സെൻഡ് ഓപ്ഷൻസ് എടുക്കുന്നു, അപ്പക്സ് സെലക്ട് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഈ പേസ്റ്റ് ചെയ്ത് കാരണം ഞാൻ ആ അഡ്രസ്സ് പേസ്റ്റ് ചെയ്തു, കാണുന്നുണ്ടല്ലോ. ആ അഡ്രസ്സ് നമ്മുടെ സൈറ്റിൽ നിന്ന് എടുത്ത അഡ്രസ്സ് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തു. ക്ലിയർ ആണല്ലോ? നമ്മൾ ഉദ്ദേശിച്ച സ്ഥിതി മനസ്സിലാക്കണം. ഒരു ട്രസ്റ്റ് വാലറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സൈറ്റിൽ നിന്ന് ട്രസ്റ്റ് വാലറ്റിൽ അതിൽ വാലറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്തിരുന്നു. എന്നതിന് ശേഷം ഞാൻ ഇവിടെ ഒരു 50 USD മിനിമം 10 അയക്കണം കേട്ടോ. മിനിമം 10 അയക്കണം. 10ൽ കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മുടെ സൈറ്റിൽ എത്തില്ല. ഒരു 5 അയച്ചിട്ടുണ്ടെങ്കിൽ 5 അവിടെ ലോക്കാവും. പിന്നീട് ആ 5ഉം കൂടെ അയക്കുമ്പോഴേ 10 റൗണ്ടായിട്ടേ നമ്മുടെ സൈറ്റിലേക്ക് ക്രെഡിറ്റ് ആവുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഞാനൊരു 50 മെൻഷൻ 5 ചെയ്യുന്നു. 0 50 അടിച്ചു. 50 അടിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ സൈറ്റിലേക്ക് കൊടുക്കാൻ പോവാണ്. ഇതവിടെ നെക്സ്റ്റ് കൊടുക്കുന്നു. കണ്ടോ, ഇവിടെ -50 APX 50 APX കൺഫേം. ഇപ്പൊ ഇവിടെ APX എന്ന് കാണുന്നുണ്ട്. ഇവിടെ 1098 ആണ്. ഇതിന് ഏകദേശം 50 മൈനസ് ആവും, ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ പോയോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഹിസ്റ്ററി എടുക്കുന്നു. ഹിസ്റ്ററിയിൽ ഇവിടെ 50 മൈനസ് കാണിച്ചിട്ടുണ്ട്. കംപ്ലീറ്റഡ് ആയി. ഇവിടെ കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് നമ്മൾ അതിനെ മിനിമൈസ് ചെയ്യുന്നു. നമ്മുടെ സൈറ്റിനെ നമ്മൾ കൊണ്ടുവരുന്നു. നമ്മുടെ സൈറ്റിനെ നമ്മൾ എടുത്തുകൊണ്ടിരുന്നു. നമ്മുടെ കമ്പനിയുടെ സൈറ്റിനെ നമ്മൾ കൊണ്ടുവന്നു. നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് തിരിച്ചു വരുന്നു. ഡാഷ്ബോർഡിൽ എത്ര എമൗണ്ട് ആയെന്ന് നോക്കൂ നിങ്ങൾ. ഇപ്പോൾ 39 നിന്ന് 89 ആയി. കണ്ടോ, അപ്പക്സ് ഇതേ. ഞാനിപ്പം APX, അതായത് നമ്മുടെ അപ്പക്സ് ഡെപ്പോസിറ്റ് ചെയ്യാൻ കാരണം, അപ്പക്സ് ഡെപ്പോസിറ്റ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ്. ഇവിടെ USDT ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല. USDT അവിടെ ഉണ്ട്. ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോക്കാണ് USDT ഒക്കെ. ആവശ്യത്തിന് മാത്രമേ ഇങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാറുള്ളൂ. ഇവിടെ അത് ആ സെൻഡ് ആയപ്പോൾ എനിക്ക് ഫോണിൽ മെസ്സേജ് വന്നു. എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു, ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് ഞാൻ 50 APX ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ഡെപ്പോസിറ്റ് ഈ സിസ്റ്റമാണ്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഡെപ്പോസിറ്റ് അറിഞ്ഞു. ഡെപ്പോസിറ്റ് നൗവൊക്കെ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് വ്യക്തമായെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു വിചാരിക്കുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഡ്രോ നൗ ആണ്. വിഡ്രോ നൗവിൽ നമുക്ക് ലോക്കൽ ബാങ്ക് ഉണ്ട്. അപ്പക്സ് ടോക്കൺ TRC20 ആയിട്ട് എടുക്കാം. ലോക്കൽ ബാങ്ക് എന്ന് പറയുന്ന INR ഒരു ഇൻഫർമേഷനും കൂടെ ഉണ്ട് നമുക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ എക്സ്ചേഞ്ച് ലോഞ്ച് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് വിഡ്രോ കൊടുക്കുമ്പോഴും നേരിട്ട് നമ്മുടെ ത്രൂ എക്സ്ചേഞ്ച് വഴിയായിരിക്കാം നമ്മുടെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആവാം. ഒരു P2P സിസ്റ്റത്തിലൂടെയാണ് ക്രെഡിറ്റ് ആവുക. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോസസ്സിങ് ഇതൊക്കെ മാനുവലി ചെയ്യുന്ന പോലെ തന്നെയാണ്. അതിലൊന്നും മാറ്റമൊന്നും ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി മാറ്റം ഉണ്ടെങ്കിൽ കമ്പനി നമ്മളെ വഴിയാൽ അറിയിക്കും. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സിസ്റ്റത്തിലൂടെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ലോക്കൽ ബാങ്ക്, നിങ്ങൾക്ക് ഏത് ബാങ്കിലേക്കാണോ കാശ് അയക്കേണ്ടത് ആ ബാങ്കിനെ സെലക്ട് ചെയ്യാം. സ്വാഭാവികമായിട്ടും ഇവിടെ നമുക്ക് സെലക്ട് കൊടുത്ത് ഒരു $10 അയക്കാമെന്ന് വിചാരിക്കാം. 1 0 സെലക്ട് ചെയ്തു. $10 മുതൽ 10 ലക്ഷം വരെ അയക്കാം. ഒറ്റ 10, 100, 1000, 10,000, ലക്ഷം, $1,00,000 വരെ അയക്കാം. വിഡ്രോ ലിമിറ്റ് എന്ന് പറയുന്നത് $10 മുതൽ $1,00,000 വരെ USDT വരെ നിങ്ങൾക്ക് ഒരു ടൈമിൽ അയക്കാം. അതാണ് ഇവിടെ 10 USDT കൊടുത്തു. ഞാൻ 10 USDT ആണ് അയക്കുന്നത്, എൻ്റെ ബാലൻസ് ഉള്ളതുകൊണ്ട്. ഇവിടെ വന്നിട്ടുള്ള എമൗണ്ട് നിങ്ങൾ കാണാൻ പറ്റും. കറണ്ട് ബാലൻസ് 43. അതായത് 10 അയച്ചതിന് ശേഷം ബാക്കി, അതായത് കമ്പനി പറയുന്നുണ്ട് പ്ലീസ് എൻ്റർ യുവർ ബാങ്ക് ഡീറ്റെയിൽസ് അക്യുറേറ്റ്ലി, അത് വിഡ്രോവൽ ടുവാർഡ്സ് ലോക്കൽ പേയ്മെന്റ് എത്ര ദിവസം കൊണ്ടാണ്, മേ ടേക്ക് അപ് ടു 72 hours. 72 മണിക്കൂറിനുള്ളിലാണ് ക്രെഡിറ്റ് ആവുന്നത്. പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക 10 USDT. ഗ്യാസ് ഫീ വരുന്നത് 6.6 ടോക്കൺ വരുന്നുണ്ട് എനിക്ക്. കാരണം ഞാൻ മിനിയാന്ന് വിഡ്രോ ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ $10 അയക്കുന്നതിൻ്റെ 20% ഞാൻ പേ ചെയ്യേണ്ടത്. $10ന്റെ 20% എന്ന് പറയുന്നത് $2 ആണ്. ഈ $2 വാല്യൂലുള്ള അപ്പക്സ് ടോക്കൺ ആണ് എന്നിൽ നിന്ന് കട്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, കാരണം നമ്മുടെ വിഡ്രോ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, പിന്നെ 7 ദിവസത്തിനുള്ളിൽ ചെയ്യുമ്പോൾ മിനിമം $1 വാല്യൂ വരാം. അത് 10 മുതൽ
$1,00,000 വരെ നിങ്ങൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് $1 വാല്യൂള്ള അപെക്സ് ടോക്കൺ ആയിരിക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഡെയിലി വിഡ്രോ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അതായത് ആഴ്ചയിൽ 2 തവണ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ അവിടെയൊക്കെ എന്തുണ്ട്, നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന എമൗണ്ടിന്റെ 20% അപെക്സ് ടോക്കൺ നമ്മൾ എന്ത് ചെയ്യണം, ഗ്യാസ് ഫീ ആയിട്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ $6 അപെക്സ് ടോക്കൺ എന്നിൽ നിന്ന് ഡിഡക്റ്റ് ആവും. എനിക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 90 രൂപയാണ് ഒരു USDT-ക്ക്. ഒരു USDT 90 രൂപ. കൺവേർഷൻ റേറ്റ് 1 USDT to 90 INR. യു വിൽ ഗെറ്റ് 900 അല്ലേ, 900. അപ്പൊ നമുക്ക് മനസ്സിലാകും ഇത് ഒരു 900 രൂപയാണ് കിട്ടുന്നത്. ഇത് ഒരു ലോക്കൽ പേയ്മെന്റിലേക്ക്, അതായത് ബാങ്കിലേക്ക് കൊടുക്കുന്ന സിസ്റ്റമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് മാറ്റി ചിന്തിക്കാം. ഇത് നമുക്ക് ട്രസ്റ്റ് വാലറ്റിലേക്ക് എങ്ങനെ കൊടുക്കാൻ നോക്കാം. അപ്പോൾ അത് മനസ്സിലാക്കണമല്ലോ നമ്മൾ. ഇവിടുന്ന് നമ്മൾ നേരത്തെ ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാന്നുള്ളത്. ഇനി ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അത് ഞാൻ വേറൊരു ID ചെയ്തിട്ട് വേറൊരു IDയിൽ നിന്ന് ഞാൻ ട്രസ്റ്റ് വാലറ്റിലേക്ക് കൊടുക്കാൻ പോവാണ്. അതും ഞാൻ കാണിച്ചു തരാം. വേറൊരു IDയിൽ നിന്ന് USDT ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ അവിടുന്ന് നേരെ എന്ത് ചെയ്യും, അയക്കും. ഓക്കെ, അപ്പോൾ ഞാനത് കാണിക്കാം. ഇവിടെ ലോക്കൽ പേയ്മെന്റിലാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റി നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് അപെക്സ് ടോക്കൺ TRC20 ആയിട്ട് എടുക്കാം. അതിന് ചെറിയ പ്രൊസീജിയേഴ്സ് ഉണ്ട്. കാരണം വെച്ചാൽ അതിന് നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് നമ്മുടെ അതിൻ്റെ മറ്റേ TRC20യുടെ അഡ്രസ്സ്, വാലറ്റ് അഡ്രസ്സ് എടുക്കണം. എന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, അത് ട്രസ്റ്റിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ ട്രസ്റ്റിൽ നിന്ന് നമ്മൾ അഡ്രസ്സ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. വിഡ്രോ നൗ. ഇവിടെ USDT ആയിട്ട് നമുക്ക് എടുക്കാം. അതിൻ്റെ അത് ഞാൻ വേറൊരു ID ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നമ്മൾ എത്ര പേരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു ട്രീ സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ട്രീ ആണ് നമ്മൾ കാണുന്നത്. അത് ലെഫ്റ്റും റൈറ്റ് ആയിട്ടുള്ള ട്രീ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ട്രീ ഓരോ കമ്പനിക്കും ഓരോ രീതികളാണ്. അപ്പോൾ നമ്മുടെ കമ്പനി സ്വീകരിച്ച പ്ലാൻ ഈ രീതിയിലാണ്. മറ്റുള്ള കമ്പനികൾ പ്ലാന് സൺഫ്ലവർ ഉണ്ട്, ലെവൽ പ്ലാൻ ഉണ്ട്, പല രീതിയിലായിരിക്കാം. ഓക്കെ, ഇനി ഇന്റേണൽ ട്രാൻസാക്ഷൻ. ഒരു ഇന്റേണൽ ട്രാൻസാക്ഷനിലേക്കാണ് നമ്മളിപ്പോൾ ഒരു വാലറ്റിൽ നിന്ന് മറ്റൊരു വാലറ്റിലേക്ക് അയക്കുകയാണെന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് ഞാൻ 3 അപെക്സ് ഞാൻ വേറൊരു വാലറ്റിലേക്ക് അയക്കാം. ആ വാലറ്റ് നമുക്ക് ഇവിടെ നോക്കാം. 3 അപെക്സ് ഞാൻ അയക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ആ വാലറ്റ് അഡ്രസ്സ് എന്ന് എഴുതുന്നുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ആ വാലറ്റ് അഡ്രസ്സ് എടുത്തോട്ടെ. അത് ഇന്റേണൽ ട്രാൻസാക്ഷൻ ആണ്. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ USDT ചെയ്യുമ്പോൾ ID to ID USDT ചെയ്യുമ്പോൾ ഒരു USDTയുടെ നിങ്ങൾ അയക്കുന്ന എമൗണ്ടിന്റെ 3% നിങ്ങൾ എന്ത് ചെയ്യണം, 3% വാല്യൂ ഉള്ള അപെക്സ് ടോക്കൺ വിഡ്രോ ഗ്യാസ് ഫീ ആയിട്ട് കൊടുക്കണം കമ്പനിക്ക്. അതായത് നമ്മൾ $100 അയക്കുകയാണെങ്കിൽ $3 വാല്യൂ ഉള്ള ടോക്കൺ നൽകണം. $200 അയക്കുകയാണെങ്കിൽ നിങ്ങൾ $6 വാല്യൂള്ള ടോക്കൺ നൽകണം. 3% രീതിയിലാണ് നമ്മളോട് ആ ഫണ്ട് ഈടാക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പറ്റുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യണം, നിർബന്ധമുള്ളവർക്ക് ചെയ്യാം. ഇല്ലാത്തവരുണ്ടെങ്കിൽ ട്രസ്റ്റ് വാലറ്റിലോട്ട് വിഡ്രോ കൊടുത്തതിന് ശേഷം വേറൊരു IDയിലോട്ട് ഡെപ്പോസിറ്റും ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ കാണിച്ച ഡെപ്പോസിറ്റ് സിസ്റ്റത്തിലേക്ക് വിഡ്രോവൽ എന്ത് ചെയ്യുക, ട്രസ്റ്റിലോട്ട് കൊടുക്കാം. എന്നിട്ട് ട്രസ്റ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റ് ചെയ്യാം. അവിടെ ഞാനിപ്പോൾ ഒരു ID ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് ഞാനൊരു വിഡ്രോ ചെയ്യുന്ന സിസ്റ്റം കാണിക്കാം. ഒരു മിനിറ്റ്, ID ഒന്ന് എടുത്തോ. Capital A, P, X, 1, 1, 9, 6, 5, 9, 1, 8. ഇതിന്റെ വേറൊരു ID ആണ്. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളൊരു ID ഏത് IDയിലോട്ടാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്, താഴെ നിങ്ങൾക്ക്
കാണാൻ പറ്റും. ആ ഐഡിയുടെ ഓണർ, ഐഡിയുടെ പേര്, യൂസർ നെയിം ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ID നമ്പർ ഇവിടെ കൊടുക്കുമ്പോൾ യൂസർ നെയിം ഇവിടെ കാണാൻ പറ്റും. ഞാനൊരു 3 അപ്പക്സ് ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. 3, ഓക്കെ, ഒരു 3 അപ്പക്സ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് ഞാൻ സെൻഡ് OTP എടുക്കുന്നു. വളരെ സിമ്പിളാണ്. നമ്മൾ അപ്പക്സിലേക്ക് ഏത് ഐഡിയിൽ നിന്ന് ഏത് ഐഡിയിലോട്ട് വിഡ്രോ ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു ഗ്യാസ് ഫീയോ ഒന്നും കമ്പനി ഈടാക്കുന്നില്ല. ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സെലക്ട് ചെയ്യുമ്പം അപ്പക്സ് സെലക്ട് ചെയ്യണം ഇവിടെ സെലക്ട് ചെയ്യുമ്പം. അല്ലാതെ നിങ്ങൾ അവിടെ മെയിൻ ബാലൻസ് സെലക്ട് ചെയ്യുമ്പം അത് ബുദ്ധിമുട്ടാണ്. അത് നിങ്ങളുടെ മെയിൻ ബാലൻസ് നിന്നാണ് പോവുക. ഇവിടെ സെൻഡ് OTP കൊടുത്തു. ഇനി നമുക്ക് അവിടെ കിട്ടുന്നത് പിന്നെ ഒരു OTP നമ്പർ കിട്ടും. ആ നമ്പർ ഇവിടെ നമ്മൾ പേസ്റ്റ് ഒന്നൊക്കെ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഫോണിൽ വരുന്നത് കൊണ്ട് ഫോണിൽ നിന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. 4, 0, 4, 3, 1. ഓക്കെ, ക്ലിയർ. 431 ഞാൻ ട്രാൻസ്ഫർ ചെയ്തു. എൻ്റെ ബാലൻസ് നിന്ന് അവിടെ ബാലൻസ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിട്ടുണ്ടായിരിക്കാം. അത് ഇതിൻ്റെ ബാലൻസ് 89 ആയിരുന്നു ബാലൻസ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഇപ്പോൾ -3 വന്നിട്ടുണ്ടായിരിക്കും. 86.35 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ID ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതിനെ ഞാൻ ലോഗൗട്ട് ചെയ്യുന്നു. Capital A, P, X, 1, 9, 6, 5, 9, 1, 8. Bullet, 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 bullet. ഓക്കെ, ഇതിൻ്റെ മറ്റൊരു ഐഡിയ ആണ്. 500 USDT ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റുള്ള ഒരു ഐഡിയ ആണ്. ഇവിടുന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഒരു $50 അല്ലെങ്കിൽ 40, ഇവിടെ 340 ഉണ്ട്. അതിലൊരു 40 USDT ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ട്രസ്റ്റ് വാലറ്റ് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യാണ്. ട്രസ്റ്റ് വാലറ്റ് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ നമ്മുടെ റിസീവ് അഡ്രസ്സ് എടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം, നമ്മൾ അവിടുന്ന് ഒരു വാലറ്റ് അഡ്രസ്സ് എടുക്കുകയാണ്. നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് വാലറ്റ് അഡ്രസ്സ് എടുത്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടത്. നേരത്തെ നമ്മൾ കാണിച്ചു ഇവിടുന്ന് ഒരു വാലറ്റ് അഡ്രസ്സ് എടുത്തിട്ട് നമ്മുടെ അപ്പക്സ് സൈറ്റിൽ നിന്ന് വാലറ്റ് അഡ്രസ്സ് എടുത്തിട്ട് ട്രസ്റ്റിൽ കൊണ്ടുപോയി ട്രസ്റ്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഇനി നമ്മൾ ട്രസ്റ്റിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ ഒരു വാലറ്റ് അഡ്രസ്സാണ് കിട്ടേണ്ടത്. അവൻ എന്ത് ചെയ്യുക, നമ്മൾ കോപ്പി ചെയ്യേണ്ടത് റിസീവ് അഡ്രസ്സാണ്. നമ്മൾ അതിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് USDT ആണ്. ശ്രദ്ധിക്കുക, USDT ആണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ USDT സെർച്ച് ചെയ്ത് അവിടെ USDT ടച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു QR കോഡ് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഈ QR കോഡിൽ ഞാനിവിടെ കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്തു. കോപ്പി ചെയ്ത് ഞാൻ നേരെ തിരിച്ചു വരികയാണ്. ഇതിനെ നമുക്ക് മിനിമൈസ് ചെയ്യാം. നമ്മുടെ വാലറ്റിലേക്ക് വരികയാണ്. വിഡ്രോ നൗ എടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രക്രിയ. വിഡ്രോ നൗ എടുത്തു. ഇവിടെ USDT എടുക്കുന്നു. ശ്രദ്ധിക്കുക, USDT എടുത്തു. ഇവിടെ ഞാൻ $40 0. അടിച്ചു. ശ്രദ്ധിക്കുക, 40 USDT. ഈ 40 USDT ഞാനിവിടെ കൺഫേം ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് വന്നു. കണ്ടില്ലേ നിങ്ങൾ, റിക്വസ്റ്റ് എമൗണ്ട് 40 USDT, ഗ്യാസ് ഫീ 3 അപ്പക്സ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നത്, റിസീവിങ് അഡ്രസ്സാണ് ഇവിടെ ചോദിക്കുന്നത്. ഈ റിസീവിങ് അഡ്രസ്സിൽ ഞാൻ അവിടെ നിന്ന് കോപ്പി ചെയ്ത ആ വാലറ്റ് അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യാം. 0x96E15C4B16 ഇനി ആ E85 ഇവിടെ ബാലൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ. ബാലൻസ് വിൽ ബി $300 ബാലൻസ്. 0x96 capital E. ഇനി അവിടെ സെൻഡ് OTP കൊടുക്കുകയാണ്. ആ OTP ഇവിടെ വരുമ്പോൾ 5C0 capital D6 capital FEE 5C3 മൊത്തത്തിൽ capital D പറയുന്നത് capital A34 നിർത്തൂലല്ലേ? capital FA capital D കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ? capital F3DB capital C. വാലറ്റ് അഡ്രസ് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള OTP ഞാൻ ഇവിടെ നിന്ന് മെൻഷൻ ചെയ്യാണ്. 850. സബ്മിറ്റ് വിഡ്രോവൽ കൊടുത്തു. വിഡ്രോവൽ സക്സസ്. കണ്ടോ നിങ്ങൾ, വിഡ്രോവൽ സക്സസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം,
നമ്മുടെ വാലറ്റിൽ ഒന്ന് പോയി നോക്കാം ഇപ്പൊ വരുമോ ഇല്ലേ എന്നുള്ളത്. വാലറ്റിൽ നിന്നേക്കുന്നു ഇവിടെ മൈനസ് 300 340 നമുക്ക് ഏകദേശം 300 ഒരു കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. വരാൻ സാധ്യതയില്ല. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റിനുള്ളിൽ വരും. നോക്കാം. നിങ്ങൾ ആ ഡാഷ്ബോർഡിൽ ഒന്നും ചെയ്യല്ലോ. ദയവ് ചെയ്ത് ഡാഷ്ബോർഡിൽ വരക്കില്ലേ. ഇവിടെ 300 ആട്ടോ എൻ്റെ ബാലൻസ് ഉള്ളത്. 300 ഇവിടെ എത്തിയിട്ടില്ല. ഇവിടെ ഓൾറെഡി ഉള്ളത് 300 300 USDT എൻ്റെ കയ്യിലുണ്ട്. ഇനി നമ്മൾ 40 ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. 40 ഇവിടെ എത്തണം. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ 1098 അപ്പെക്സ് ഉണ്ടായിരുന്നു. ഇപ്പം 1048 ഉള്ളൂ. 50 ഇവിടുന്ന് മൈനസ് ആയിട്ടുണ്ട്. ഓക്കെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വിഡ്രോ നൗ നമ്മളിവിടെ കാണിച്ചു. ഈ ട്രസ്റ്റ് വാലറ്റിലേക്ക് വിഡ്രോ ചെയ്യുന്നത് നമ്മുടെ ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യുന്നതും കാണിച്ചു. ഇന്റേണൽ ട്രാൻസാക്ഷൻ കാണിച്ചു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് കിട്ടുന്ന ബൈനറി സമ്മറി അല്ലേ? നമുക്ക് എത്ര ബൈനറി വന്നിട്ടുണ്ട് അതിവിടെ കാണാൻ പറ്റും. ഇതിൽ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ വരാൻ സാധ്യതയില്ല, അതുകൊണ്ടാണ് കാണാത്തത്. പിന്നെ ഷെയർ പർച്ചേസ്, നിങ്ങൾക്ക് ഷെയർ പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എമൗണ്ട് ഇവിടെ ട്രാൻസ്ഫർ ചെയ്താൽ, വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷെയർ പർച്ചേസ് ചെയ്യാം. എബോവ് 3000 ആണെന്ന് തോന്നുന്നു, എബോവ് $4000 ആണെന്ന് തോന്നുന്നു ഒരു ഷെയറിന്റെ വാല്യൂ. അതേപോലെ നമ്മൾ റിപ്പോർട്ട് ലോഗ്, ഇവിടെ നമുക്ക് ഏത് ട്രാൻസാക്ഷൻ ലോഗ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തത്, ഡെപ്പോസിറ്റ് ചെയ്തത്, വിഡ്രോ ചെയ്തത്, ഇൻവെസ്റ്റ് ചെയ്തത്, റഫറൽ കമ്മീഷൻ, ബൈനറി കമ്മീഷൻ, സ്റ്റേക്കിംഗ് റിവാർഡ്സ്, എല്ലാ സംഗതികളും നമുക്കിവിടെ കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് സ്റ്റേക്കിംഗ് റിവാർഡ്, എത്ര സ്റ്റേക്കിംഗ് റിവാർഡ് വന്നിട്ടുണ്ട്, ഓരോ ഡേറ്റിലും ഓരോ രീതിയിലും നമുക്ക് വന്നിട്ടുള്ള സ്റ്റേക്കിംഗ് റിവാർഡുകൾ ഇവിടെ കാണാൻ പറ്റും. $5 എന്ന് വന്നിട്ടുണ്ടാവും അല്ലേ? അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത തുക മുതൽ നിങ്ങൾക്ക് എത്രത്തോളം വന്നിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ഇവിടെ കാണാൻ പറ്റും. അതേപോലെ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത സമയം, അല്ലെ ഡെപ്പോസിറ്റ് ചെയ്ത് ഏത് ഇതിലാണ്, 200 USDT നമ്മുടെ വാലറ്റ് വഴിയാണ്, നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് വഴിയാണ് ചെയ്തിട്ടുള്ളത്. 17 ഒക്ടോബറിലാണ് ഞാൻ ചെയ്തത്. ഓക്കെ, അടുത്തത് വിഡ്രോ ലോഗ്, വിഡ്രോ ചെയ്ത ഡീറ്റെയിൽസ്, എത്രത്തോളം ഞാൻ വിഡ്രോ നടത്തിയിട്ടുണ്ടോ ഈ ഐഡിയിൽ നിന്ന്, ആ വിഡ്രോ ചെയ്ത ഡീറ്റെയിൽസ്, അതിൻ്റെ ഡേറ്റ്, അതിൻ്റെ കാര്യങ്ങൾ എല്ലാം ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് തരും. അതേപോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സമയം 17 ഒക്ടോബർ 2024 4:08 AM. എനിക്ക് അവിടെ 40 USDT ക്രെഡിറ്റ് ആയിട്ടോ, അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. 300 ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുന്ന ഒന്ന് നോക്കാം. നമുക്ക് വന്നല്ലോ, മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. എന്താ ഇവർ തരാത്തത്? ആളെ പറ്റിക്കാം. 340 ആയല്ലോ. മാഡം കാണുന്നില്ലേ? 340 കാണുന്നുണ്ടോ? 340. ഇത്ര സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് നമ്മുടെ വാലറ്റ് എത്തി. ഇത് നമ്മുടെ വാലറ്റാണ്. ഇതാരും നോക്കുക, ഇതിന്റെ വാലറ്റാണ്, എന്റെ ബാങ്ക് അക്കൗണ്ട് പോലത്തെ വാലറ്റാണ്. അപ്പൊ ഇതിലെന്ത് ചെയ്ത് അവിടുന്ന് നമ്മൾ ഈ കാലങ്ങളോ ഒരു 24 മണിക്കൂർ കാത്തിക്കണോ, 48 മണിക്കൂറൊന്നും കാത്തിക്കണ്ട, നേരെ ഇവിടെ എത്താം. ഇവിടുന്ന് ആർക്കെങ്കിലും ഇനി ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ ആ പറഞ്ഞ രീതിയിൽ നമുക്ക് ഡെപ്പോസിറ്റും ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിൾ ആയിട്ട് എത്തിക്കാം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു ടൈമിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് പിന്നെ കാണാനുള്ളത് റഫറൽ കമ്മീഷൻ ഉണ്ട്, ബൈനറി കമ്മീഷൻ ഉണ്ട്. ഓരോന്നും നിങ്ങൾ വൺ ബൈ ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങളുടെ പ്രൊഫൈൽ ഉണ്ട്. ഓക്കെ സാറേ, ഒരു മിനിറ്റ്, ടൈം ഓവർ ആയില്ലേ? ആ ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നാളേക്ക് മാറ്റാം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഏകദേശം ഈ സമയം, ഇത് ഒരു മാനേജ്മെന്റ് ആയതുകൊണ്ട്, സിസ്റ്റം മാനേജ്മെന്റ് ആയതുകൊണ്ട് കൂടുതൽ നേരം ഇങ്ങനെ സംസാരിച്ച് പോകുന്നതുകൊണ്ട് കൂടുതൽ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീണ്ടും നാളേക്കും ഈ സിസ്റ്റം മാനേജ്മെന്റിന്റെ നാളെ ഫേസ് 2 എങ്ങനെ ചെയ്യാന്നുള്ള ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് വരാം. ഫേസ് 2 എങ്ങനെ നമ്മളിപ്പോൾ നമ്മൾ ട്രസ്റ്റ് വാലറ്റ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. അതേപോലെ നാളെ ഫേസ് 2 കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. തീർച്ചയായിട്ടും. ഒരു മിനിറ്റ് ഒരു ഡൗട്ട് ഒന്ന് ചോദിച്ചോട്ടെ സാറേ? ഡൗട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ സാറേ, അത് വേണമെങ്കിൽ നാളെ ചോദിക്കാം. ഓക്കെ, അപ്പോ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ എക്സ്പീരിയൻസ് ഷെയറിലേക്ക് നമുക്ക് വരാനുണ്ട്. സമയമില്ല, ഒരുപാട് സമയം അധികരിച്ചു പോയി. സോറി, എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഞാൻ നിർത്തുകയാണ്. മാഡം കൂടുതൽ സമയം എടുത്തതിന് ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ ഇങ്ങനെ അതായത് ഇതിൻ്റെ ഈ ഒരു
എന്താ പറയാ സിസ്റ്റം മാനേജ്മെന്റ് കാണിച്ച് പോയത്, സമയം അറിഞ്ഞില്ല പോയത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ലീഡേഴ്സ്, കോപ്പറേറ്റ് ചെയ്ത എല്ലാ ലീഡേഴ്സിനോടും താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. വളരെ നല്ല രീതിയിലല്ലേ എല്ലാ കാര്യങ്ങളും നമുക്ക് മെനു ബാർ മൊത്തം പരിചയപ്പെടുത്തിയിട്ടില്ല, കുറച്ചുകൂടി ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഡേയിൽ നമുക്ക് അതും കൂടി പരിചയപ്പെടാം. എന്തായാലും ഏകദേശം ഏറെക്കുറെ ഒക്കെ ഒന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെയധികം ഈ ഒരു കാര്യങ്ങൾ നമുക്ക് വേണ്ടി അവതരിപ്പിച്ച സാറിന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സാറിനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇനി അടുത്തത് നമുക്ക് എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. എക്സ്പീരിയൻസ് ഷെയറിങ്ങിന് വേണ്ടിയിട്ട് ശ്രീരേഖ മാഡമാണ് വന്നിരിക്കുന്നത്. മാഡം തൃശ്ശൂർ സ്വദേശിയാണ്, ട്രേഡിങ്ങിൽ വിദഗ്ധയാണ്, നമ്മളുടെ ഒരു അയൺ ലേഡി കൂടിയാണ്. കൂടുതലൊന്നും ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല. എന്തായാലും ഞാൻ എക്സ്പീരിയൻസ് ഷെയറിങ്ങിന് വേണ്ടിയിട്ട് ശ്രീരേഖ മാഡത്തിനെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി സ്ക്രീനിലേക്ക് ക്ഷണിക്കുന്നു. ഓക്കെ, താങ്ക് യു. പ്ലീസ് വെൽക്കം മാം. താങ്ക് യു റംല മാം. താങ്ക് യു. ഓക്കെ, അയൺ ലേഡിന്ന് എന്നെ വിശേഷിപ്പിച്ചു. താങ്ക് യു. നമ്മളെല്ലാവരും അയൺ ലേഡി മാത്രമല്ല, എല്ലാവരും അയൺ ലേഡിയും അയൺ മേനൊക്കെ ആവണം എന്നാണ് ഞാൻ പറയാറുള്ളത്. നമുക്കൊരു അയൺ വിങ്ങിനെ തന്നെ അങ്ങ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അതിലത്തെ അയൺ കിങ് ആയിട്ട് നമ്മൾ ഈ എഫെക്സിലൂടെ നമുക്ക് നല്ലൊരു വരുമാനം ഏൺ ചെയ്യണം. അപ്പൊ ഞാനിപ്പോ ഹൗസ് വൈഫായി ഇരുന്നിട്ടും നല്ലൊരു ഇൻകം ഇതിലോട്ട് ഈ എഫെക്സിൽ നിന്നും എനിക്ക് വാങ്ങാൻ പറ്റി. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമുക്ക് അതിനുള്ള അവസരമുണ്ട്. എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ഹൗസ് വൈഫായി എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് പറയാം, ഇപ്പൊ ഒരു വീട്ടിൽ ഇപ്പൊ എന്തെല്ലാം ജോലികൾ ഉണ്ടാവും എന്നുള്ളത്. രാവിലെ എനിക്ക് തുടങ്ങുമ്പോ കിച്ചണിലേക്ക് കയറുമ്പോ തൊട്ട് തുടങ്ങുന്നു ജോലികള്. അടിച്ചു വരല്, തുടക്കല്, കോരല്, മാരല്, പാത്രം കഴുകല്, തുടക്കല്, കുട്ടികളെ നോക്കല്, കുട്ടികളുടെ പഠിപ്പിക്കല്, കാര്യങ്ങൾ ഇതെല്ലാം അതേ ആ കറക്റ്റ് ടൈമിൽ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടണം വളരെ ചുരുങ്ങിയ സമയം ഈ എഫെക്സിൽ പ്രവർത്തിച്ചിട്ടാണ് ഇപ്പൊ ഈ ഒരു മാസം ഇപ്പൊ 1 ലാഖിനടുത്ത് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റിയത്. അപ്പൊ അടുത്ത മാസം അപ്പോ ഒരു 2 ലാഖെങ്കിലും ഏൺ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോ നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ ഒരു ചുവട് നിങ്ങൾ എഫെക്സിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് എഫെക്സ് എന്ന നമ്മുടെ ഈ ഒരു മഹാസാഗരത്തിലേക്ക് ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരുമാനം എന്തായാലും ഉറപ്പാണ്. കാരണം കമ്പനി നമുക്ക് ഡെയിലി ROI നമുക്ക് തരുന്നുണ്ട്. ഇതിൽ പരം സന്തോഷം നമുക്ക് വേറെ ഇല്ല. നമ്മൾ മുടക്കണ ചെറിയൊരു എമൗണ്ടിന് പോലും അത് എത്രയാണെങ്കിലും, ഇപ്പൊ നമുക്കറിയാം ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഷോപ്പൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു തുക നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമാണ് എന്തെങ്കിലും ഒരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾ അത് ചെയ്തോളൂ. ആ ബിസിനസിനോടൊപ്പം ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആദ്യം നിങ്ങൾ ഇതിനൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അവസരങ്ങൾ നമുക്ക് എപ്പോഴും വരില്ല. അവസരങ്ങൾ നമുക്ക് അതൊരു എന്താ പറയാ, ആ ഒരു സമയം നമുക്ക് എത്തുമ്പോഴാണ് നമുക്ക് ഇതൊന്ന് ഏറ്റെടുക്കാം, ഇത് ചെയ്യാം, ഈ അവസരം നമുക്ക് ഉപകാരപ്പെടും എന്ന് നമുക്ക് തോന്നണത്. അപ്പൊ പല അവസരങ്ങളും നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് അവസരങ്ങൾ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. BTC മിസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ എത്തറിയം മിസ് ചെയ്തിട്ടുണ്ട്, XRP മിസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് നമ്മുടെ മുന്നിലൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഈ അവസരം നിങ്ങൾ ഏറ്റെടുത്തിട്ട് മുറുകെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിലൂടെ നല്ലൊരു സക്സസിലേക്ക് എത്താൻ പറ്റും. അപ്പൊ അതിനുള്ള തെളിവാണ് ഞാൻ. ഓക്കെ, പിന്നെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഫ്രണ്ട്സ്, നിങ്ങളുടെ റിലേറ്റീവ്സ്, ഇതെല്ലാം നിങ്ങളുടെ അസറ്റ് ആണ്. നിങ്ങൾക്ക് ഇൻകം വരാനുള്ള സോഴ്സ് ആണ് നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളുടെ എല്ലാവരും, നിങ്ങളുടെ ബന്ധുക്കൾ, ഇവരെല്ലാവരും. അപ്പോ ഈ അവസരം നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാല് ഇത് നിങ്ങൾ എല്ലാവരിലോട്ടും ഒന്ന് പറയാനുള്ള ഒരു മനസ്സ് കാണിക്കുക. പലരും ഈ ബിസിനസ്സിനെ അവര് ഇൻവെസ്റ്റ് ചെയ്യും, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ട, പക്ഷെ ഞാൻ ആരോട്ടും ഷെയർ ചെയ്യില്ല. അവർ പറയുന്നതാണ് എൻ്റെ അടുത്ത്. അപ്പൊ എനിക്ക് നിങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിതൊന്നും മറ്റുള്ളവരോടൊന്നും പറയാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ കഴിഞ്ഞ ഒരു മാസം മുന്നേ ഒരു ചെറിയൊരു വിഷമം ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എൻ്റെ ടീമിലൊരു ഡൗൺലൈൻ, എൻ്റെ ടീമിലുള്ളത് തന്നെയാണ്. അപ്പൊ ആളുടെ നാട്ടുകാരൻ തന്നെയാണ്, സുഹൃത്താണ്. ഫിനാൻഷ്യലി ബാധ്യത വന്നിട്ട് സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവനോട് ദേഷ്യപ്പെടാണ് ചെയ്തത്. ഞാൻ ഒരു ആംഗ്രിയുടെ ഒരു മുഖം ചോക്കുന്ന ഒരു സ്മൈൽ കണ്ടു വിട്ടു. അപ്പൊ എന്താ മാഡം, എന്താണ് മാഡം ദേഷ്യപ്പെട്ട എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ എന്തുകൊണ്ട് ആൾക്ക് എഫെക്സ് കൊടുത്തില്ല? നിങ്ങൾ അയാൾക്ക് എഫെക്സ് കൊടുത്തിരുന്നുണ്ടെങ്കിൽ ആള് രക്ഷപ്പെട്ടേനല്ലോ അല്ലേ?
നമുക്ക് വെറും 4,500 രൂപയ്ക്കാണ് നമുക്ക് ഈ അവസരം നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ഇതിനായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങളിപ്പോ ചെയ്യണ ഇതന്നെ അങ്ങോട്ട് തുടർന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പോ കുറച്ച് പേരെ എന്നും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. എത്ര പേരോട് നമ്മൾ ഈ ബിസിനസ് സംസാരിക്കണം, എത്ര പേരെ നമ്മൾ ചെന്ന് മീറ്റ് ചെയ്യണം, ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. ഡെയിലി ഒരു 5 ആൾക്കെങ്കിലും, ഒരു 5 പേരോടെങ്കിലും നിങ്ങൾ ഈ ബിസിനസ് അവസരം ഒന്ന് പറയാനായിട്ട് തയ്യാറാവുക. നിങ്ങൾക്ക് നല്ലൊരു ടീം സെറ്റ് ആവും, നല്ലൊരു ഏണിങ്സ് നിങ്ങൾക്ക് ഇതിൽ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിലുള്ള പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് ബൈനറി പ്ലാൻ ആണ്. ബൈനറി എന്ന് കേൾക്കുമ്പോ ബൈനറി മാഡം മൈക്ക് മുട്ടായി പോയല്ല. കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ കേൾക്കാം. ചിലർക്ക് ബിസിനസ്സിൽ ലെഫ്റ്റ് റൈറ്റ് വന്നാൽ പ്രശ്നമാണ്. ഇത് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ കയ്യ് കാലൊക്കെ ലെഫ്റ്റ് റൈറ്റ് അതൊന്നും കുഴപ്പമില്ല. ബിസിനസ്സിൽ ലെഫ്റ്റ് റൈറ്റ് വരാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലാനാണ് നമ്മുടെ ബൈനറി പ്ലാൻ എന്നുള്ളത്. ഇത് നിങ്ങൾ വർക്ക്ഔട്ട് ആക്കി നോക്ക്. അപ്പോൾ അറിയാം നിങ്ങൾക്ക് എത്ര ഡെപ്തിന്നും എത്ര ആഴത്തിലോട്ട് പോയാലും നമ്മുടെ ലെഫ്റ്റും റൈറ്റും ജോയിൻ ആയ മെമ്പേഴ്സിൽ നിന്ന് പടർന്ന് പന്തലിച്ച് വരുന്ന ആ ടീമിൽ നിന്ന് എത്ര ഡെപ്തിലോട്ട് പോയാലും നമുക്ക് അതിൽ നിന്ന് ഏണിങ്സ് വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ജോയിനിങ് വരുന്നതൊന്നും ഇപ്പൊ നമ്മൾ അറിയാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ അത് ആ പടർന്ന് പന്തലിച്ച് ആ പോണ സമയത്ത് നമ്മൾ അറിയില്ല എവിടെ നിന്നൊക്കെയാണ് ഈ ജോയിനിങ് വരുന്നതെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഈ അവസരം ഏറ്റെടുക്കുക. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, സമയം ഓൾറെഡി ഓക്കെ. അപ്പൊ എല്ലാവരും ഈ അവസരം ഏറ്റെടുക്കുക. എല്ലാവർക്കും എപെക്സിലൂടെ വിജയിക്കാൻ സാധിക്കട്ടെ, വലിയ വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു ശ്രീരേഖ മാഡം. താങ്ക് യു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതുപോലെയുള്ള ഫീൽഡിലേക്ക് എത്തിച്ച ഒരു മാഡത്തിന് ബിഗ് താങ്ക്സ്. ഓക്കെ. അതുപോലെ നമ്മളുടെ ഇന്നത്തെ പ്രസന്റേഷൻ വളരെ ഗംഭീരമായിട്ട് നടത്തിയ നജാബ് സാറിനും എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത ശ്രീരേഖ മാഡത്തിനും എൻ്റെയും ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരുടെ പേരിലും ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മളുടെ ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഓക്കെ, താങ്ക് യു ഓൾ. വിഷ് യു ഓൾ ദ സക്സസ്. ഗുഡ് നൈറ്റ്.